നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. തെഗ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 1 മുതൽ 3 വരെയാണ് ഈ IPO നിലവിലുള്ളത്. ആ സമയത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. 619.23 കോടി രൂപയാണ് ഇവർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഓഫർ ഫോർ സെയിലാണ്. ഫ്രഷ് ഇഷ്യൂകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും അറ്റൻഡൻസ് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു കമ്പനിയാണ് ഇതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തെഗ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇത് കൽക്കട്ട ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖനികളിൽ ഉപയോഗിക്കുന്ന വലിയ വലിയ ഖനികളിലേക്ക് ആവശ്യമുള്ള ഈ ധാതുപദാർത്ഥങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് പാറക്കല്ലുകളും ഈ ഖനികളിൽ വരുന്ന വലിയ ചെളി അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, സ്ലറി നീക്കം ചെയ്യുന്നതിനും പാറകൾ നീക്കം ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഈ പോളിമർ ബേസ്ഡ് മിൽ ലൈനർ, അവരുടെ ടെക്നിക്കൽ ലാംഗ്വേജ് ആണത്. പോളിമർ ബേസ്ഡ് മിൽ ലൈനർ നിർമ്മിക്കുന്ന കാര്യത്തിൽ 2ാം സ്ഥാനമാണ് ഈ കമ്പനിക്കുള്ളത് എന്ന് പറയുന്നു. 1978 കമ്പനി രൂപം കൊള്ളുന്നത്. അത് സ്വീഡിഷ് ആയിട്ടുള്ള സ്കെഗ AB എന്ന് പറയുന്ന സ്വീഡൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം 2001 ഇതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള മദൻ മോഹൻ മൊഹങ്ക എന്ന് പറയുന്ന അദ്ദേഹം ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഫുള്ളായിട്ട് അതിൻ്റെ ഇക്വിറ്റി സ്കെഗയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തു. അങ്ങനെ 2001 ഇത് പൂർണ്ണമായിട്ടും ഏകദേശം ഒരു ഇന്ത്യൻ കമ്പനി തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. ഇവർക്ക് 6 യൂണിറ്റുകളാണ്, പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അത് കൽക്കട്ടയിൽ ഉള്ള സമാലി, കല്യാണി എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലുള്ള 2 സ്ഥലങ്ങൾ, അത് കൂടാതെ ഗുജറാത്തിലെ ദഹേജിലും ഇവർക്ക് യൂണിറ്റുകളുണ്ട്. അത് കൂടാതെ പ്രധാന യൂണിറ്റുകൾ ഇന്ത്യക്ക് വെളിയിലാണ്. ചിലിയിലും സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമാണ് ഇവരുടെ പ്രൊഡക്ഷൻ സെൻ്ററുകളുള്ളത്. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു മദൻ മോഹൻ മൊഹങ്ക, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുമാണ് ഇതിലെ പ്രധാന പ്രൊമോട്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. അത് കൂടാതെ മഞ്ജു മൊഹങ്ക, മനീഷ് മൊഹങ്ക, മെഹുൽ മൊഹങ്ക, പിന്നെ നിഹാൽ ഫിസ്ക്കൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ ആണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ്. അതിൽ മെഹുൽ മൊഹങ്കയാണ് ഇതിൻ്റെ MDയും CEOയും. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ താഴെ കാണുന്നത്. ഇവരുടെ കൈവശം ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് 85.17% ഓഹരികളുള്ളത്. അത് കൂടാതെ ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വാഗ്നറിൻ്റെ കൈവശം 14.54% ഓഹരികൾ കൂടിയുണ്ട്. അപ്പോൾ ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് 6%. ഇത് കഴിയുമ്പോൾ, ഇഷ്യൂ കഴിയുമ്പോൾ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 79.17% ഓഹരികൾ ഉണ്ടായിരിക്കും. അപ്പോൾ വെറും 6% ഓഹരികൾ മാത്രമാണ് അവർ വിപണിയിൽ വിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 6% എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സും ഇപ്പോഴത്തെ കുറച്ച് ഇൻവെസ്റ്റേഴ്സും സെല്ല് ചെയ്യുന്ന ഓഹരികളാണ് ഈ ഇഷ്യൂ എന്ന് പറഞ്ഞു. അതായത് 619.23 കോടി രൂപയും ഓഫർ ഫോർ സെയിലാണല്ലോ. അതിൽ അപ്പോൾ ആരൊക്കെയാണ് ഈ ഓഹരികൾ വിൽക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ മൊത്തം 1,36,69,478 ഓഹരികളാണ് വിൽക്കുന്നത്. അതാണ് ഈ 6% എന്ന് പറയുന്നത്. അതിൽ മദൻ മോഹൻ മൊഹങ്ക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രൊമോട്ടർ വിൽക്കുന്നത് ഏകദേശം 33.14 ലക്ഷം ഓഹരികളാണ്. അതുകൂടാതെ മനീഷ് മൊഹങ്ക 6.63 ലക്ഷം ഓഹരികൾ കൂടി അദ്ദേഹവും വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വിറ്റി ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വാഗ്നർ, അവർ 96.92% ഓഹരികൾ വിൽക്കുകയാണ്. അവരുടെ കൈവശം 14% ഓഹരികളുണ്ടല്ലോ, അതിൽ 96.92 ഓഹരികൾ അവരും വിറ്റൊഴിയുകയാണ് ഈ അവസരത്തിൽ. മിനറൽ പ്രോസസ്സിങ്ങിനും മെറ്റീരിയൽ ഹാൻഡിലിങ്ങിനും വേണ്ടിയിട്ട് ഏകദേശം 55ഓളം പ്രോഡക്ട്സ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. ഇത് ഖനികളിൽ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വളരെ ഭാരിച്ച ഉപകരണങ്ങൾ, കൺവെയർ ബെൽറ്റ് അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. അതിൽ നിന്നുള്ള വരുമാനമാണ് 2019 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 95% കൂടുതലും ഇവയിൽ നിന്നുള്ള വരുമാനമാണ് കമ്പനിക്ക് ഉള്ളത്. ബാക്കി മാത്രമാണ് മറ്റ് ഓപ്പറേറ്റിംഗ് റവന്യൂ എന്ന് പറയുന്നത്.
കമ്പനിയുടെ വിപണിയിലെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പോളിമർ ബേസ്ഡ് മിൽ ലൈനേഴ്സ് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ പ്രൊഡ്യൂസറാണ് ഈ കമ്പനി. അത് കൂടാതെ പറയുകയാണെങ്കിൽ സെല്ലിങ് മാത്രമല്ല, അതിന് ശേഷമുള്ള സർവീസിൻ്റെ കാര്യത്തിലും കസ്റ്റമേഴ്സിന് ഈ കമ്പനിയുടെ സർവീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് വളരെ അധികം ഗുണം ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളിൻ്റെ കാര്യത്തിലും എല്ലാം വളരെ കണിശമായിട്ടുള്ള നിയന്ത്രണങ്ങളുള്ള കമ്പനിയാണ്. പിന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് ഗ്ലോബൽ കസ്റ്റമേഴ്സാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഖനികളുടെ കാര്യത്തിൽ ഉൾപ്പെടുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് ലോകതലത്തിൽ തന്നെ ആഗോളതലത്തിൽ ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഗ്രോത്ത് കമ്പനിക്കുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് കമ്പനിക്കുള്ളത്. ഇതെല്ലാം മാർക്കറ്റിലെ കമ്പനിയുടെ സ്ട്രെങ്തിനെ കാണിക്കുന്നുണ്ട്. കൈവശമുള്ള 6% ഓഹരികൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിറ്റഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഓഹരിയുടെ വിൽപ്പനയുടെ ഒരു പ്രത്യേകത. ഒരു പൈസ പോലും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 6% ഓഹരി പങ്കാളിത്തം ജനറൽ പബ്ലിക്കിന് കിട്ടുന്നു. അതുവഴി ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ഗുണം അനുഭവിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഇഷ്യൂ വഴി കമ്പനി ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറച്ച് ഓഹരികൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വിറ്റഴിച്ച് അതിൻ്റെ ലാഭം എടുക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ഉയരുന്നു. ഭാവിയിൽ കമ്പനിക്ക് കൂടുതൽ ധനസമാഹരണത്തിന് അത് സഹായിക്കും. മാത്രമല്ല ലിക്വിഡിറ്റി ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ഇപ്പോഴത്തെ ഇഷ്യൂ വഴി കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കമ്പനിയുടെ പ്രധാന വരുമാനം 86% ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ്. അതായത് നോർത്ത് സൗത്ത് അമേരിക്കകൾ, അതുകൂടാതെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, റഷ്യ, ആഫ്രിക്ക, ഏഷ്യ പസഫിക് ഏരിയ, ഇവിടെ നിന്നെല്ലാമാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗോൾഡ്, കോപ്പർ മൈനുകൾ ആണ് ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് അധികവും കണ്ടത്. ഇനി നമുക്ക് ആ റവന്യൂ നോക്കാം. റവന്യൂ നമുക്ക് 2019 മുതൽ ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ വരെയുള്ള കണക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റവന്യൂ ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2020 695.6 കോടിയായിരുന്ന റവന്യൂ 2021 ആയപ്പോൾ 856.7 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ക്വാർട്ടറിലെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്സ്പെൻസസ് ആണ് ഈ കോളത്തിലുള്ളത്. പിന്നെ നെറ്റ് ഇൻകം കാണിക്കുന്നത് 32.7 ആണ് 2019. അതുപോലെ തന്നെ 65.5 കോടിയാണ് 2020 പ്രോഫിറ്റ് കാണുന്നത്, ഇൻകം കാണുന്നത്. 2021 അത് 136.4 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ക്വാർട്ടറിലാണ് 11.9 ആയിട്ടുണ്ട് ഇതുവരെയുള്ളത്. ഫസ്റ്റ് ക്വാർട്ടറിലെയാണ് പറഞ്ഞത്. പിന്നെ മാർജിൻ പെർസെൻറ്റേജ് നോക്കൂ. പ്രോഫിറ്റ് 5.1% ആണ് 2019. അത് 2020 ആയപ്പോൾ 9.4%. പിന്നെ അടുത്തത് 15.9%. പിന്നെ 6.6 ആണ് അവസാനം നമുക്ക് ഈ ക്വാർട്ടറിൽ കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽസ് നോക്കുമ്പോഴത്തേക്കും വളരെയധികം പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കണക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ കമ്പനിയെ സംബന്ധിച്ച്. EPS ആണെങ്കിലും 20 രൂപ 48 പൈസയാണ് EPS. ഈ പി റേഷ്യോ അവൈലബിൾ ആയിട്ടില്ല. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 22.23%, ബുക്ക് വാല്യൂ 105.04 എന്നാണ് കാണിക്കുന്നത്. ഇനി IPOയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇത് വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു കമ്പനിയാണ് നമ്മൾ കണ്ടു. 86%-ലധികം ഇത് വിദേശത്തുനിന്ന് വരുന്ന വരുമാനമാണ് ഈ കമ്പനിക്കുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാവുന്ന ഒരു നെഗറ്റീവ് കാര്യം, ഇത് ഓഫർ ഫോർ സെയിൽ മാത്രമേ ഉള്ളൂ, ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനിയിൽ 6% ഓഹരികൾ, ടോട്ടൽ 6% ഓഹരികൾ നമുക്ക് തരുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം. പ്രൈസ് ബാൻഡ് 453 അപ്പർ ബാൻഡ് കാണുന്നത്. ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല. നമുക്കറിയാം ഇത് 1,36,69,478 ഓഹരികളാണ് ഇവർ ടോട്ടൽ വിറ്റഴിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ വിലയായിട്ട് വരുന്നത് 619.23 കോടി രൂപയാണ്. ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് അതാണ്. മിനിമം നമ്മൾ അപ്ലൈ ചെയ്യാവുന്നത് 33 ഷെയറാണ്. 33 ഷെയറാണ് ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നത്. മാക്സിമം 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ്. 35% ഓഹരികൾ ചെറുകിടക്കാർക്ക് അനുവദിച്ചിട്ടുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നതാണ് ഈ കമ്പനി.
ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഡേറ്റ് വരുന്നത് 8-ാം തീയതിയാണ്, ഡിസംബർ 8-ാം തീയതി. റീഫണ്ട് കിട്ടുന്നത്, ഓഹരി കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് 9-ാം തീയതിയാണ്. ഇനി ഷെയർസ് കിട്ടിയവർക്ക് അത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്ന ഡിസംബർ 10-ാം തീയതിയാണ്. IPO ലിസ്റ്റ് ചെയ്യുന്നത് 13-ാം തീയതിയുമായിരിക്കും. പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ ആണ് എന്ന് കരുതി തള്ളിക്കളയേണ്ട ഒരു കമ്പനിയല്ല ഇത്. ഇത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിലെ 6% ഓഹരികൾ ഓഫർ ഫോർ സെയിലായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ അപ്ലൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റലും JM ഫിനാൻഷ്യൽസുമാണ്. ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ടെഗ ഇൻഡസ്ട്രീസിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇനിയും നിരവധി IPOകളാണ് വരുന്നത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ ഇതിൻ്റെ അറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കൊരു മറ്റൊരു IPO വിശേഷങ്ങളായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.